ഹായ് നമസ്കാരം. ഞാൻ നവാസ്, നവറാസ് പെർഫ്യൂംസ്. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തത് പെർഫ്യൂം ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് ചെയ്തത്. അപ്പോൾ ഇതും അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരുപാട് ആൾക്കാർ പെർഫ്യൂമിൻ്റെ കോഴ്സുകൾ എടുത്തിട്ടുണ്ടാവും. അതിൽ ഒട്ടുമിക്കതും ഓൺലൈൻ കോഴ്സുകളായിരിക്കും. നമ്മൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി പുതിയൊരു സ്മെല്ല് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടാക്കണം, നല്ല പ്രൊജക്ഷൻ വേണം, ഇതുവരെ ആരും മണക്കാത്ത ടൈപ്പിലുള്ള പുതിയ സ്മെല്ലുകൾ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഒരുപാട് ആൾക്കാർ പെർഫ്യൂം കോഴ്സുകൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് എത്ര കണ്ട് സക്സസ് ആണ്, എത്ര കണ്ട് നമ്മളെ കോഴ്സ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് നമുക്ക് പുതിയ സ്മെല്ലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള ചെറിയൊരു രീതിയിലുള്ള അവലോകനമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന്, കുറച്ചൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ, മീൻസ് വേറെ പല ബിസിനസ്സിലും തിരക്കുള്ള ആൾക്കാർ, പെർഫ്യൂമിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. പക്ഷേ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ സെയിൽ, അതിൻ്റെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യൽ, കസ്റ്റമറെ മാനേജ് ചെയ്യൽ, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ്, ഇങ്ങനെയൊക്കെ തിരക്കിൻ്റെ ഇടയിലായിരിക്കും ഇത് പഠിച്ചിട്ടുണ്ടാകുക. പിന്നെ കുറേ ആൾക്കാർ, പുതിയ ആൾക്കാർ, അവർ പല വേറെയുള്ള ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർ അതിൻ്റെ കൂടെ ഈ പെർഫ്യൂമിനോടുള്ള ഇഷ്ടം കൊണ്ട് എന്ത് ചെയ്യും, അവർ എന്തെങ്കിലും ഒരു പുതിയ ക്രിയേഷൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണം, എങ്ങനെയാണ് പെർഫ്യൂം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിലും കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അതെന്താണ് അതിൻ്റെ കാരണം, ഇനി നമുക്ക് അത് പഠിക്കാൻ കഴിയുമോ, അതല്ല നമുക്ക് കഴിയൂലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു പെർഫ്യൂം ശരിക്കും ഒരു പ്രൊഫഷണൽ പെർഫ്യൂം കോഴ്സ്, മീൻസ് ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു ഡിഗ്രി, മാസ്റ്റർ കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ 1 ഇയർ 2 ഇയർ ഫ്രാൻസിൽ പോയിട്ട്, അല്ലെങ്കിൽ മുംബൈയിലൊക്കെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്ന് നോക്കാം. എങ്കിലാണല്ലോ നമുക്ക് നമ്മളേത് രീതിയിലാണ് പഠിക്കുന്നത്, നമ്മളേത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും അവിടെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ്, അതിൻ്റെ ഒരു ഫസ്റ്റിൽ തുടക്കം ഒരു ബേസിക് ഉണ്ടല്ലോ, ഒരു ബേസിക് കെമിസ്ട്രി പഠിക്കണം. മീൻസ് ആൽക്കഹോൾ, ആൽഡഹൈഡ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അതിൻ്റെ ഈ ഓരോ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസിൻ്റെ, ഇതിൽ കൂട്ടുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ്, പിന്നെ അതിൻ്റെ ഒരു ഡയലൂഷൻ എങ്ങനെയാണ്, അതിൻ്റെ സോലുബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടത് ഫുള്ള് കെമിസ്ട്രിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബേസിക് ഇൻഫർമേഷനാണ് ഫസ്റ്റിൽ പഠിക്കുന്നത്. പിന്നെ അതിനോട് തുടർന്നിട്ട് എന്ത് ചെയ്യണം, ഇത് നമ്മൾ സ്മെല്ല് ചെയ്യണം. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾ ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നോസ് ട്രെയിനിങ് ആണ്. നമ്മൾ മൂക്കിന് നമ്മൾ സ്മെല്ല് ചെയ്തിട്ട്, നമ്മൾ ഇതുവരെ നമ്മൾ മണക്കാത്ത പല സ്മെല്ലുകളുമായിരിക്കും. അപ്പോൾ ആ സ്മെല്ലുകൾ നമ്മൾ ഐഡൻറ്റിഫൈ എങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ നോസ് ട്രെയിനിങ്. പിന്നെ അതിൻ്റെ നോട്ട്സ്, ബേസ് നോട്ട്, മിഡിൽ നോട്ട്, ടോപ്പ് നോട്ട്, ഇങ്ങനെയുള്ള നോട്ട്സ് ഞങ്ങൾ എങ്ങനെ നമുക്ക് തരംതിരിച്ചിട്ട് മനസ്സിലാക്കും. പിന്നെ ഇത് നമ്മൾ മെമ്മറൈസ് ചെയ്യുക, മീൻസ് പിന്നെ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നാണ് പിന്നത്തെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ റോ മെറ്റീരിയലാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരു ബേസിക് ഉള്ള കാര്യങ്ങളാണ്, അതിൻ്റെ ഒരു മെയിൻ പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ എസെൻഷ്യൽ ഓയിൽ, മീൻസ് നാച്ചുറൽ എസെൻഷ്യൽ ഓയിൽ, നമ്മൾ ഊത്, റോസ്, അങ്ങനെയൊക്കെയുള്ള പോലത്തെ സാൻഡൽവുഡ്, അങ്ങനത്തെ പോലത്തെ എസെൻഷ്യൽ ഓയിൽ. പിന്നെ അതേപോലെ തന്നെ കെമിക്കൽ മീൻസ് സിന്തറ്റിക് കെമിക്കൽ, ISO, സൂപ്പർ, ആംബ്രോക്സൺ, ഇങ്ങനെയൊക്കെയുള്ള കെമിക്കലുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ടാവും. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ ലോഞ്ചിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതിൻ്റെ പ്രൊജക്ഷൻ കൂടാൻ വേണ്ടിയിട്ടൊക്കെ ഫിക്സേറ്റീവ്, ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഒന്ന് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഫ്രാഗ്രൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ഫാമിലി, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ടൈപ്പ് ഫാമിലീസ് ഉണ്ടല്ലേ, ഫ്ലോറൽ, വുഡി, ഓറിയൻ്റൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ട്. സ്പൈസി, സ്വീറ്റി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫാമിലീസ് ഉണ്ട്. ആ ഫാമിലീസിനെ കുറിച്ച്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ നമുക്ക് പഠിക്കാനുണ്ടാകുക അതിൻ്റെ ഫോർമുലേഷനാണ് അല്ലേ. ഇപ്പം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലായി. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ അത് എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് ബ്ലെൻഡ് ചെയ്യുക, എങ്ങനെയാണ് പിന്നെ അതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ ഇതിൽ ഫിക്സേറ്റീവ് എത്ര കണ്ട് ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ തന്നെയാണ് സാധാരണ ഒരു പെർഫ്യൂമറി കോഴ്സിൽ ഉണ്ടാവുക.
ഇതിൻ്റെ ഡീറ്റെയിൽ വെർഷനാണ് ഈ മാസ്റ്റർ കോഴ്സിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പഠിച്ച ആൾക്കാർ വളരെ കുറവാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയ ശാസ്ത്രജ്ഞന്മാർക്കായും ആൾക്കാർ കുറവുള്ള ഒരു മേഖലയാണ് പെർഫ്യൂമറി എന്ന് പറഞ്ഞിട്ടുള്ള മേഖല. അപ്പോൾ അതിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ഫ്രാഗ്രൻസ് കമ്പനികൾ പിന്നെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പെർഫ്യൂമറി പഠിച്ച ആൾക്കാർക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. നമ്മളൊക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഫഷനാണ്. പിന്നെ പറഞ്ഞതല്ലോ, ഇതിൽ ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട നമുക്ക് വേണ്ട ടൂള് നമ്മുടെ മൂക്കാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സ്മെല്ലിനെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, അതിൻ്റെ ഒരു ലെവല് മനസ്സിലാക്കുക, അത് എത്ര കണ്ട് സ്ട്രെങ്ത് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതൊരു നോസ് ട്രെയിനിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണെങ്കിലും അതല്ല വലിയ വലിയ MNC കമ്പനികളിലാണെങ്കിലും ഇഷ്ടംപോലെ സാധ്യതകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഈ ബേസിക്കലി വരുന്ന വേറെ കുറേ കാര്യങ്ങൾ, പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇതിൻ്റെ കൃഷി കാര്യങ്ങൾ, കൾട്ടിവേഷൻ, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ ഓയിലാക്കി എടുക്കുന്നത്, അതിൻ്റെ എക്സ്ട്രാക്ഷൻ. ഞാൻ ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും ഫസ്റ്റിൽ തുടങ്ങുന്നത് ഇതിൻ്റെ കൾട്ടിവേഷൻ, ഇതിൻ്റെ കൃഷി മുതലാണ്. അപ്പോൾ ഇത് കൃഷി നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ബിരിയാണി വെക്കണം, അതൊരു ക്രിയേഷൻ ആണല്ലോ. അപ്പോൾ ആ ഒരു ബിരിയാണി വെക്കണമെങ്കിൽ നമുക്ക് അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? ഫസ്റ്റിൽ നമുക്ക് അരി വേണം അല്ലേ. അപ്പോൾ അരി എന്ത് ചെയ്യണം? അത് കൃഷി ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, എവിടെയാണ് കൃഷി ചെയ്യുന്നത്, എത്ര കണ്ട് അതിന് സാധ്യത ഉണ്ട്? അപ്പോൾ ആ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? പാടം ഒന്ന് റെഡിയാക്കണം, പിന്നെ അത് വിത്ത് വിതക്കണം, പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള പല കൃഷി സംബന്ധമായിട്ട് നമുക്ക് വന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് നമുക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഇപ്പോൾ നമ്മൾ റോസ് ആണ്, അപ്പോൾ ആ റോസിൻ്റെ കൃഷി എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ്, പിന്നെ എന്ന് വെച്ചാൽ അതിനെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാന്നാണ്. മീൻസ് ഈ റോസിൻ്റെ ഫ്ലവറിൽ നിന്നും എങ്ങനെ റോസിൻ്റെ ഓയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നെല്ലിൽ നിന്നും എങ്ങനെ അത് അരിയാക്കി മാറ്റാം, അത് എത്ര ടൈപ്പ് അരി ഉണ്ട്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ പിന്നെ നമ്മളിപ്പോൾ വേവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വേവിക്കൽ, അതിൻ്റെ ടൈം എങ്ങനെയാണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണ്, ഇതൊക്കെ രീതിയിൽ പഠിക്കണ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പെർഫ്യൂമറി കോഴ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്ക് അത് ടയർഡാവും, പെട്ടെന്ന് നമ്മൾ മടുക്കും. കാരണം എന്താ വെച്ചെങ്കിൽ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ ഒരു പെർഫ്യൂമിൽ തന്നെ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചിലപ്പം ഒരു 30-35 മുതൽ 100-150 വരെയൊക്കെ ഇൻഗ്രീഡിയൻസ് ഇതാക്കും. അപ്പോൾ ഇത്രയും കാര്യത്തിന് നമ്മൾ പഠിക്കണം. പിന്നെ അതിൻ്റെ ഓരോ മോളിക്കുലാർ വെയിറ്റ്, പിന്നെ അതിൻ്റെ കുറേ നമ്പറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകൾ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അധികം മടുക്കും. ഇത് ഫസ്റ്റിൽ തന്നെ നമുക്ക് മടുക്കും. 2-3 ക്ലാസ് കഴിയുമ്പോൾ നമുക്കത് എന്ത് ചെയ്യും, തലയൊക്കെ കയറാതെ വരും. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഇപ്പോൾ നമ്മൾ അത് മാത്രം പോലെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ വേണം അല്ലേ, തക്കാളി വേണം, ഉള്ളി വേണം, മുളക് വേണം, ഇങ്ങനെയൊക്കെയുള്ള പറയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ അതിനെക്കുറിച്ചുള്ള പഠിപ്പായി. എത്ര തരം മുളകുകളുണ്ട്, അല്ലെങ്കിൽ എത്ര തരം പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, എത്ര തരം ഉള്ളി ഉണ്ട്, ചെറിയ ഉള്ളി എന്താണ്, വലിയ ഉള്ളി എന്താണ്, സംഗതി ഇതൊക്കെ ഇതിന് ആവശ്യമാണ്. ഇപ്പം നമ്മൾക്കൊരു ബിരിയാണി വെക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാണ് അല്ലേ. ഒരു അരി എന്ന് പറഞ്ഞാൽ അരി ഇപ്പം മട്ടരി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അരി എന്ന് പറഞ്ഞാൽ ഒന്നല്ല, അതിൽ ഒരുപാട് ടൈപ്പ് അരികളുണ്ട്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യില്ല, നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നൂല. അപ്പം നമ്മൾ കന്നൂജിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കന്നൂജിൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ കൃഷി നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ ജോലികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കോഴ്സുകൾ കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ അവർക്ക് വേണം. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റോസ് എന്താണ്, അല്ലെങ്കിൽ നാഗർമോത്ത എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അതിന് ഓയിൽ എത്ര എക്സ്ട്രാക്ട് ചെയ്യണം, ഏത് ടൈമിൽ എടുക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ, ഏത് സീസണിലാണ് കൂടുതൽ ഓയിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് കൃഷി ചെയ്യുമ്പോഴാണ് കൂടുതൽ ഓയിൽ കിട്ടുന്നത്, അതിന് മാർക്കറ്റിൽ എന്ത് വില ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. കാരണം എന്താ വെച്ചെങ്കിൽ അവരതുമായിട്ട് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക, നമ്മളൊരു പുതിയ ഒരാൾക്ക് പഠിക്കുകയാണ്, അതിൻ്റെ കുറേ പുതിയ വേർഡുകൾ, ആ പ്രൊഡക്റ്റിൻ്റെ വേർഡുകൾ, അതിൻ്റെ സാധാരണ ഉപയോഗിക്കുന്ന വേർഡുകൾ, അതിൻ്റെ പിന്നെ ശാസ്ത്രനാമങ്ങൾ, പിന്നെ അതിൻ്റെ ഓരോ മോളിക്കുലാർ വെയിറ്റുകൾ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് മടുക്കും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പോൾ ഇത് പഠിക്കുന്നത് ഒരു 3 ടൈപ്പ് ആൾക്കാരാണ്. ഫസ്റ്റിൽ പഠിക്കുന്നത് സാധാരണ സ്റ്റുഡൻസ്, അവർ ഡിഗ്രി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് കോഴ്സായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് തന്നെ പഠിക്കണം. മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിപ്ലോമ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർ. വേറൊരു ടൈപ്പ് ആൾക്കാർ പെർഫ്യൂമിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ നിലവിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്, അവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കാരണം പറയാം. മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്നില്ല, പക്ഷേ ഇതിനെപ്പറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരു വേറെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും.
അപ്പോൾ ഫസ്റ്റിലെ സ്റ്റുഡൻസ് ഓക്കെ, അവർ പിന്നെ കോഴ്സുകളായിട്ട് അങ്ങനെ പോയി. പിന്നെ രണ്ടാമതുള്ള ആൾക്കാർ പെർഫ്യൂമിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറഞ്ഞതിന്റെ കാര്യം, നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിലും നമുക്കത് പ്രാക്ടീസും കൂടി ചെയ്യാനുള്ള അവസരം നമുക്ക് ഈ പെർഫ്യൂമിന്റെ ബിസിനസ്സിലുണ്ട്. നമ്മൾ എന്ത് കാര്യങ്ങൾ പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി എളുപ്പം നമുക്ക് പഠിക്കാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന ഒന്ന് സിംഗിൾ ലൂപ്പ്, ഒന്ന് ഡബിൾ ലൂപ്പ് എന്ന് പറയും. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ മദ്രസയിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു വർഷം എക്സാം പാസ്സാവണം എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. മീൻസ് ആ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ എക്സാം എഴുതണം, അപ്പോൾ 5ാം ക്ലാസ്സിലെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ നമ്മൾ 6ാം ക്ലാസ്സിൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, 5ാം ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും പഠിക്കുന്ന കാര്യങ്ങളില്ല. ഡബിൾ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം നമ്മൾ പഠിക്കുക, പിന്നെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും അതിന് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് എന്ത് ഡബിൾ ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ആൾക്കാരും അതിന് അവസരമുള്ള ആൾക്കാരുമാണ് എന്ത് പെർഫ്യൂമിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഫസ്റ്റിൽ തുടക്കത്തിൽ അവർക്ക് ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വാങ്ങിയിട്ട് പുതിയത് ഉണ്ടാക്കൽ, ഒരുപാട് സാധനങ്ങൾ ഇത് വേണം. ചിലത് കിട്ടുന്നുണ്ട്, ചിലത് നല്ല വിലയുള്ളതുണ്ട്, ചിലത് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഫസ്റ്റിൽ തുടക്കത്തിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ ഒരു സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെങ്കിൽ ഒന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം നിലവിൽ അവരുടെ അടുത്ത് ഒരുപാട് സ്മെല്ലുകൾ ഉണ്ടാവും, ഫ്രാഗ്രൻസ് ഓയിലുകൾ ഉണ്ടാവും. ഇതിനെ ബ്ലെൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. 2 എണ്ണം 3 എണ്ണം 4 എണ്ണം ഇതിൻ്റെയൊക്കെ ചെറിയ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് പുതിയ സ്മെല്ലുകളാക്കിയിട്ട് പഠിക്കാൻ പറ്റും. ഇത് നിലവിൽ മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇറച്ചിക്കറി മീൻ കറിയും കൂടി നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മിക്സ് ആകുന്ന കുറേ പിന്നെ ഓയിലുകൾ ഉണ്ടാവും, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിക്സ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് പുതിയ പുതിയ സ്മെല്ലുകൾ ചെറിയ രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ബേസിക് ആയിട്ടുള്ള കെമിക്കൽ, സിന്തറ്റിക് കെമിക്കൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിലവിലുള്ളതിനെ കുറച്ചൊരു സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി പിന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കുത്തലും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അവർക്ക് ചെറിയ രീതിയിൽ ഇതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലുണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് കെമിക്കലുണ്ട്. ഒരു 8 10 എണ്ണൊക്കെ മേടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മസാല കൂട്ട് നമ്മൾ കരുതിയാൽ മതി. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു മസാല ഉണ്ടാക്കും. പിന്നെ അതിലൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു മല്ലി, മുളക്, മഞ്ഞൾ എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ പല സ്മെല്ലുകൾ നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട്, ചെറിയ അളവിലൊക്കെ ആഡ് ചെയ്തിട്ട് അതിനെ പരീക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിലവിൽ പെർഫ്യൂം ചെയ്യുന്ന ആൾക്കാർ അവർക്ക് എന്താ വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കസ്റ്റമർ ഉണ്ടാവും അല്ലേ. ഇതെങ്ങനെ നമ്മൾ സാമ്പിൾ കൊടുത്തിട്ട് ഇതെങ്ങനെയുണ്ട്, അതിൻ്റെ ലോഞ്ചിവിറ്റി എങ്ങനെയുണ്ട്, അതിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടെസ്റ്റ് ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒന്ന് ചെയ്യാൻ പറ്റുന്നത്. പിന്നൊന്ന് ചെയ്യാൻ പറ്റുന്നത് നിലവിലുള്ള സാധനങ്ങളെ ബ്ലെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പുതിയ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അതിനെ പരീക്ഷിക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളും പെർഫ്യൂം നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുള്ളത്, നിലവിൽ മറ്റ് ജോലികൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവർ പെർഫ്യൂമിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അവർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കും ഇത് രണ്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെന്താണ്, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ്. പലതും നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു മെച്യൂരിറ്റി എത്തണമെങ്കിൽ ഒരു 40 ദിവസമൊക്കെയാണ് പറയുന്നത്. 2 ആഴ്ച മുതൽ 40 ദിവസമൊക്കെ എത്തണം, എങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ ഒരു കറക്റ്റ് സ്മെല്ല് നമുക്ക് കിട്ടുള്ളൂ, കറക്റ്റ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കുറച്ച് ടൈം എടുത്തിട്ട്, ഇത് നമ്മൾ ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നും പെട്ടെന്ന് ഉണ്ടാകുന്നല്ലോ. ഇപ്പോൾ ചെറിയ കുട്ടികൾ വളർന്നു വരുന്നത് എങ്ങനെയാണ്, ആദ്യം മലന്ന് നടക്കായിരിക്കും, പിന്നെ കമന്ന് നടക്കായിരിക്കും, പിന്നെ അവരെന്ത് ചെയ്യും, തല പൊന്തിച്ച് നോക്കും, പിന്നെ മുട്ടെത്തും. അപ്പോൾ ഇതൊക്കെ എന്താണ്, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടാവും, പിന്നെ വീണ് പോകും അല്ലെ, പിന്നെ എണീക്കും. അപ്പം ഇതെന്താണ്, ഒരു പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കുറേ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന രീതിയിൽ നടക്കില്ല. പക്ഷേ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പ്രോസസ്സ് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് സാമ്പിളുകൾ കാര്യങ്ങൾ പഠിക്കുക, ഇതെന്ത് ചെയ്യുക, സ്ഥിരമായിട്ട് ക്രിയേഷനും ഇപ്പോൾ ഓൺലൈനിൽ തന്നെ ഒരുപാട് നമുക്ക് ഫോർമുലയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. പിന്നെ അതല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഇത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ പുതിയ സ്മെല്ലുകൾ അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്കും ടെസ്റ്റ് ചെയ്യുക, അവരുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇതേ രീതിയിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നെന്താ വെച്ചെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു ക്വാളിറ്റി ഉള്ള ഇൻഗ്രീഡിയൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന് നല്ല വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അതിൽ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വലിയ അളവിലാണ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് കിട്ടുന്നത്.
മീൻസ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഈ വലിയ അളവിലേ കിട്ടുള്ളൂ, ചെറിയ അളവിൽ ഇത് കിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വില കൂടുതൽ കൊടുത്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ മേടിക്കേണ്ടി വരും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഒരിക്കലും എന്തല്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല, നമ്മൾ ഇതിനേക്കാൾ വലിയ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനായിട്ട് ഇതിൻ്റെ താല്പര്യമുള്ള ആൾക്കാർ ഇതിനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയൊരു സ്മെല്ല് ഉണ്ടാക്കി കളയാമെന്ന് കരുതിയാൽ നടക്കില്ല. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. പ്രധാനമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതിൻ്റെ ഒരു കൾട്ടിവേഷൻ, ഇതിൻ്റെ ഒരു കൃഷി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രാസവാക്യങ്ങൾ, അതിൽ നിന്ന് മോളിക്കുലാർ വെയിറ്റ്, ഇങ്ങനെയുള്ള കെമിസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പം നിലവിലുള്ള പെർഫ്യൂമിനെ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സിന്തറ്റിക് കെമിക്കൽ ഉപയോഗിച്ചിട്ട് അതും ഇപ്പം നിലവിലുള്ള ഈ പെർഫ്യൂം ഓയിലും കൂടി ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് പുതിയ പുതിയ സ്മെല്ലുകൾ ഉണ്ടാക്കലാണ് കുറച്ചും കൂടി ഈ കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പം. അതാണ് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിലേറ്റ് ആയിട്ട് വരിക, കുറച്ചും കൂടി നമുക്കൊരു സക്സസ് റേറ്റ് അതാണ് കിട്ടുക, നമുക്കും കുറച്ചും കൂടി എളുപ്പം അതാണ് ഉണ്ടാവുക. ഒരു മടുപ്പില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതായിരിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമുക്കൊരു താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, വെൽക്കം.